2025 ജൂൺ 14-ന് ബ്രിട്ടീഷ് F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പ്രതികൂല കാലാവസ്ഥയും ഹൈഡ്രോളിക് തകരാറും മൂലമാണെന്ന് ബ്രിട്ടൻ പ്രസ്താവിച്ചു. എങ്കിലും ഇതിന് പിന്നിൽ മറഞ്ഞുകിടന്ന രഹസ്യം കൂടുതൽ സങ്കീർണവും ആകാംക്ഷാജനകവുമായിരുന്നു. ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ തന്ത്രപ്രധാന നഗരങ്ങൾക്ക് ചുറ്റും ശക്തമായ വ്യോമപ്രതിരോധ വലയം സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിരോധശേഷിയും വ്യോമമേധാവിത്വവും ഊട്ടിയുറപ്പിച്ചു. ഈ നീക്കം ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളെ, പ്രത്യേകിച്ച് അമേരിക്കയെ, അമ്പരപ്പിച്ചു. യഥാർത്ഥ യുദ്ധസാഹചര്യത്തിൽ ഇന്ത്യയുടെ റഡാർ ശേഷി നേരിട്ട് പരീക്ഷിക്കാൻ അവസരം ലഭ്യമല്ലാത്തതിനാൽ ബ്രിട്ടനെ മറയാക്കി ഇന്ത്യയുടെ തെക്കൻ വ്യോമപ്രതിരോധ ശൃംഖലയുടെ കാര്യക്ഷമത അളക്കാനായിരുന്നു അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതിനായി അവർ തിരഞ്ഞെടുത്തത് റഡാറിന്റെ കണ്ണുവെട്ടി പറക്കാൻ കഴിവുള്ള 5ാം തലമുറ F-35B വിമാനത്തെയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ICACS ഈ അദൃശ്യനെന്ന് കരുതിയിരുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ അനായാസം കണ്ടെത്തി. തുടർന്ന് ബ്രിട്ടൻ ഒരു വിശദീകരണം നൽകി. വിമാനത്തിലെ ലൂനൻബർഗ് ലെൻസ് സജീവമായിരുന്നുവെന്നും സൈനിക നടപടിയില്ലാത്തപ്പോൾ വിമാനങ്ങളെ റഡാറുകളിൽ ദൃശ്യമാക്കാൻ ഉദ്ദേശിച്ച ഒരു സംവിധാനമാണിതെന്നും അവർ വാദിച്ചു. എന്നാൽ ഇത് കേവലം ഒരു വ്യാജ വിശദീകരണം മാത്രമായിരുന്നു. ഇന്ന് ഈ 5ാം തലമുറ യുദ്ധവിമാനം കേരളത്തിന്റെ മണ്ണിൽ പരിഹാസത്തിന് ഇരയായി മാറിയിരിക്കുകയാണ്. ഈ സംഭവത്തോടുകൂടി അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വം ലോകമെമ്പാടും ചോദ്യം ചെയ്യപ്പെടുകയും സൈനിക ശക്തിയെക്കുറിച്ചുള്ള അവരുടെ പ്രചരണങ്ങളിൽ പൊള്ളത്തരം വെളിവാക്കപ്പെടുകയും ചെയ്യുന്നു.